ഇന്ത്യൻ സിനിമയിൽ ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്നതൊന്നും ഇപ്പോൾ വലിയ സംഭവമല്ല. 2000 കോടിയോളം നേടിയ അമീർ ഖാന്റെ ദംഗലിനെ അല്ലു അർജുന്റെ പുഷ്പ 2 മറികടക്കുമോ എന്നാണിപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ 100 കോടി മറികടന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? 1982 പുറത്തിറങ്ങിയ ഡിസ്കോ ഡാൻസർ. ബബ്ബാർ സുഭാഷ് സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ചിത്രത്തിൽ മിഥുൻ ചക്രവർത്തിയായിരുന്നു നായകൻ. തെരുവിൽ നിന്ന് ഒരു ഗായകൻ ഡിസ്കോ ഡാൻസർ ആവുന്നതാണ് കഥ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടി മാത്രമേ കിട്ടിയുള്ളൂ. 12 കോടി ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ബാക്കി 94 കോടിയും നേടിയത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡ് അതുവരെ രമേഷ് സിപ്പിയുടെ ഷോലേക്ക് സ്വന്തമായിരുന്നു. ലോകമെമ്പാടും 30 കോടിയായിരുന്നു ചിത്രം നേടിയത്. 1994 ഹം ആപ്കെ ഹേ കോൻ റിലീസ് ചെയ്യുന്നതുവരെ മിഥുൻ ചക്രവർത്തി തിളങ്ങി നിന്നു. മാധുരി ദീക്ഷിത്തും സൽമാൻ ഖാനും ഒന്നിച്ചഭിനയിച്ച ചിത്രം ലോകമെമ്പാടുമായി 128 കോടിയാണ് നേടിയത്.